പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പിലും വമ്പിച്ച തിരിച്ചടിയേറ്റാൻ തുടങ്ങും. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയ സമീപനങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ വർഗ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വഭാവ മഹിമയിൽ അദ്ദേഹത്തിന്റെ സ്വഭാവ വൈശിഷ്ട്യത്തിന് എന്തെങ്കിലും ഊനം സംഭവിക്കുമെന്നോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൂഢസ്വർഗത്തിലാണ് താമസിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിശകലനം ചെയ്തുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന നിങ്ങൾ പലരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കും. കാണാത്തവരുടെ അറിവിലേക്ക് വേണ്ടി അത് ചുരുക്കി പറയാം. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത് പാർട്ടിക്കോ അല്ലെങ്കിൽ മുന്നണിക്കോ സർക്കാരിനോ പ്രത്യേകിച്ച് യാതൊരു തകരാറ് സംഭവിച്ചിട്ടില്ല. താൽക്കാലികമായ ഒരു തിരിച്ചടി ആണ് ഉണ്ടായിട്ടുള്ളത്. അതുതന്നെ ഈ ജന്മി മുതലാളി പൗരോഹിത്യ കൂട്ടുകെട്ടിന്റെ കോൺഗ്രസ് BJP തമ്മിലുണ്ടാക്കിയ അവിശുദ്ധ സഖ്യത്തിന്റെ ഫലമായിട്ട് ഉണ്ടായതാണെന്നാണ് പാർട്ടി വിചാരിക്കുന്നത്. നമ്മുടെ സന്ദേശം സിനിമയിൽ ശങ്കരാടി നടത്തിയ പോലത്തെ വിശകലനമാണ്. എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് പാർട്ടിക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പാർട്ടിക്ക് യാതൊരു ആശങ്കയുമില്ല എന്ന് മാത്രമല്ല, പാർട്ടി കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതൊരു പരാജയമല്ല, യഥാർത്ഥത്തിൽ വിജയമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു അത്ഭുതം തോന്നും എന്നെനിക്കറിയാം. പക്ഷെ പാർട്ടി പറയുന്ന കണക്കുകൾ വളരെ കൃത്യമാണ്. അത് ഞാൻ പരിശോധിച്ച് നോക്കി. കണക്കിൽ നമുക്ക് മായം ചേർക്കാൻ പറ്റും. രാഷ്ട്രീയത്തിൽ മായം ചേർക്കാം, ചരിത്രത്തിൽ മായം ചേർക്കാം, മറ്റു പലതിലും മായം ചേർക്കാം. അരിയിലും ഗോതമ്പിലും കപ്പലിൻ്റെ പിണ്ണാക്കിലും വരെ മായം ചേർക്കാം. ഏറ്റവും അധികം മായം ചേർക്കുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് ഈ മുളക് പൊടി ആണ്. മുളക് പൊടിയിൽ ചേർക്കുന്ന അത്തരം മായം വേറൊന്നിലും ചേർക്കും. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം മായം ചേർക്കലല്ല, കണക്കാണ്. പാർട്ടി പറയുന്ന കണക്ക് വളരെ കൃത്യം. പാർട്ടി പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി 2010 ആണ്ടിലാണ് സംഭവിച്ചത്. 2010 തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇത്ര മുനിസിപ്പാലിറ്റികൾ നഷ്ടപ്പെട്ടു, ഇത്ര ജില്ലാ പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു, ഇത്ര ഗ്രാമപഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു. കണക്ക് കൃത്യമാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത്തവണ 1-2 കൂടുതലാണ് കിട്ടിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തുകളിൽ 2010 അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഇതിലൊക്കെ യഥാർത്ഥത്തിൽ 2010 നഷ്ടപ്പെട്ട അത്ര ഇത്തവണ നഷ്ടപ്പെട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു വിജയമുള്ളൂ. 2010 ഉണ്ടായ തിരിച്ചടി നോക്കുമ്പോൾ ഇതൊരു തിരിച്ചടിയല്ല. അപ്പോൾ ഒരു പോയിന്റ് ജയിച്ചു. പിന്നെ പറയുന്ന ഒരു കാര്യം, 2010 നമുക്ക് 6 ജില്ലാ പഞ്ചായത്തെ ജയിക്കാൻ പറ്റും. ഇത്തവണ നമ്മൾ 7 ജയിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 2010 അപേക്ഷിച്ച് ഒരു പടി മുമ്പിലും കൂടിയാണ്. അവിടെ കൊണ്ട് കഴിഞ്ഞില്ല, കണക്കിന്റെ കളി പുറകെയാണ് വരുന്നത്. രണ്ടാമത്തെ സംഗതി എന്താ വെച്ചാൽ, 2010 വമ്പിച്ച തിരിച്ചടിക്ക് ശേഷം, വമ്പിച്ച തിരിച്ചടിയല്ല, 2010 തിരിച്ചടിക്ക് ശേഷം 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് 68 സീറ്റ് കിട്ടി. വെറും 2 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ഭരണം നഷ്ടപ്പെട്ടത്. അതും ശരിയാണ്, കറക്റ്റാണ്, ആ കറക്റ്റ് പോയിന്റാണ്. ഗോവിന്ദൻ മാഷാണ് എഴുതിയെങ്കിൽ ഗോവിന്ദൻ മാഷെ അഭിനന്ദിക്കുന്നു. അതല്ല, പുത്തലത്ത് ദിനേശനാണെങ്കിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു, സ്വരാജ് ആണെങ്കിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ആര് തന്നെയാണെങ്കിലും ഈ പ്രസ്താവന എഴുതിയ ആൾ പ്രസ്താവന എഴുതുന്ന കലയിൽ ഒരു വിദഗ്ധനാണ്. അപ്പൊ എങ്ങനെയാണ് 2011 ഈ സംഭവം ഉണ്ടായത്? 2010 വലിയ തിരിച്ചടി ഉണ്ടായി. 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച തിരിച്ചടി ഉണ്ടായി. 16 സീറ്റ് നഷ്ടപ്പെട്ടു, 4 സീറ്റ് മാത്രം ജയിച്ചു. ആ 4 സീറ്റ് തന്നെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ആ തിരിച്ചടിക്ക് പുറകെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഇടതു മുന്നണി വിട്ട് വലതു മുന്നണിയിലേക്ക് പോയി. കേരള കോൺഗ്രസ് ഏകീകൃത കേരള കോൺഗ്രസ് ആയി. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ വലിയ തിരിച്ചടി ഉണ്ടായി. മുനിസിപ്പാലിറ്റികൾ നഷ്ടപ്പെട്ടു, ബ്ലോക്ക് പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു, ഗ്രാമപഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു, ജില്ലാ പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു. ആ തിരിച്ചടിയോളം വലിയ തിരിച്ചടി ഇത്തവണ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് അടുത്ത കൊല്ലം നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് ശരിയാണ്. പക്ഷെ ആ നേട്ടം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ 3 ഘടകങ്ങൾ അന്നുണ്ട്. അത് ഈ പ്രസ്താവനയിൽ പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ ഘടകം, ഈ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ജനമോചന യാത്ര, ജനമോഷണ യാത്ര എന്നോ മറ്റോ പേരുള്ള ഒരു യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തേക്ക് അങ്ങനെ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, ആ യാത്ര ഏതാണ്ട് കോട്ടയത്ത് എത്തിയപ്പോഴാണ് ഇന്ത്യ വിഷൻ ചാനൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് ഐസ്ക്രീം പാർലർ ലൈംഗികാവബോധം വീണ്ടും ഉയർത്തി. ഹൈക്കോടതി ജഡ്ജിയെ സ്വാധീനിച്ചു, ചീഫ് ജസ്റ്റിസിന് പണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് തെളിവുകൾ സഹിതം, സാക്ഷിമൊഴികൾ സഹിതം റിപ്പോർട്ട് ചെയ്തു. അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ കളങ്കമുണ്ടാക്കി. അവിടെ കൊണ്ടും കഴിഞ്ഞില്ല. ആ യാത്ര ഒരല്പം കൂടി മുമ്പോട്ട് പോയപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് മറ്റൊരു പ്രഹരം ഉണ്ടായി. കേരള കോൺഗ്രസ് ബിയുടെ അഖില ലോക നേതാവായിരുന്ന R. ബാലകൃഷ്ണപിള്ളയെ
അഴിമതി കേസിൽ സുപ്രീം കോടതി 1 കൊല്ലത്തേക്ക് കഠിനമായിട്ട് തടവാനായിട്ട് വിധിച്ചു. അപ്പോൾ അത് രണ്ടാമത്തെ ആഘാതം വരുന്നത്. അതോടെ മുന്നണിയുടെ മോച്ചായിക്ക് പറയത്തക്ക വ്യത്യാസമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ യാത്രയുടെ പേര് ജനമോചന യാത്ര എന്നായിരുന്നു. അതിന് ആളുകൾ ജനമോഷണ യാത്ര എന്നാക്കി മാറ്റി. ആ സർക്കാരിൻ്റെ അല്ല, ഈ മുന്നണിയുടെ തന്നെ പ്രതിച്ഛായ ഭയങ്കരമായിട്ട് മങ്ങി. ഈ കള്ളന്മാരാണല്ലോ, ഈ മുന്തിയറപ്പന്മാരെയാണല്ലോ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ആലോചിച്ച് അതുവരെ UDF വോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരുപാട് ആളുകൾ അവരുടെ തീരുമാനം മാറ്റി. ഇതാണ് ഉണ്ടായ ഒരു ഘടകം. രണ്ടാമത്തെ എന്താ വെച്ചാൽ, വന്യവയോധികനായ VS അച്യുതാനന്ദന് ഇനിയും ഒരവസരം കൊടുക്കേണ്ടതില്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും തീരുമാനിച്ചു. ഇവിടെ കുറേ ആളുകൾ സമരം ചെയ്ത് ആ തീരുമാനം മാറ്റി. 2006 ഇത് തന്നെയാണ് സംഭവിച്ചത്. 2011 ഇത് ആവർത്തിച്ചു. അങ്ങനെ വീണ്ടും VS അംഗത്തട്ടിൽ ചാടി ഇറങ്ങുകയും അദ്ദേഹം തന്നെ ഇടതുമുന്നണിയെ നയിക്കുകയും ചെയ്യും. അപ്പോൾ ആവേശഭരിതരായ കുറേ അധികം ആളുകൾ, അത് കൃത്യമായിട്ട് പറഞ്ഞാൽ അരൂര് തൊട്ട് ആറ്റിങ്ങൽ വരെയുള്ള പ്രദേശത്തെ ഈ ഒരു പ്രതിഭാസം വ്യക്തമായി കണ്ടു എന്നുള്ളതാണ്. പൊതുവെ കേരളത്തിൽ അത് ഒരു ഇളക്കമുണ്ടാക്കി. നേരത്തെ പറഞ്ഞ തിരുവിതാംകൂർ ഭാഗത്ത് ഭയങ്കരമായിട്ട് ഇളക്കം ഉണ്ടാക്കി. അതിൻ്റെ ഫലമായിട്ടാണ് LDF 68 സീറ്റ് വരെ എത്തിയത്. LDF 72 സീറ്റിൽ എത്തുമായിരുന്നു. ഒരു പക്ഷേ അതിൽ കൂടുതൽ എത്തുമായിരുന്നു. ആ ജോസഫ് ഗ്രൂപ്പ് പോയില്ലായിരുന്നെങ്കിൽ പോട്ടെ, ജോസഫ് ഗ്രൂപ്പ് അതിന് മുമ്പ് പോയതാണ്. അതിനുശേഷവും LDFന് ജയിക്കാമായിരുന്നു. മഞ്ഞളാംകുഴി അലിയെ ഇവിടെ നിന്ന് ആക്ഷേപിച്ച് അവമാനിച്ച് അവഹേളിച്ച് LDFൽ നിന്ന് ചവിട്ടി പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ മങ്കടയിലും പെരിന്തൽമണ്ണയിലും LDF ജയിച്ചാൽ, മങ്കടയിൽ അലി തന്നെ ജയിച്ചാൽ, പെരിന്തൽമണ്ണയിൽ ശശികുമാർ വീണ്ടും ജയിച്ചാൽ. അങ്ങനെ 2 സീറ്റ് പോയി. അതുപോലെ തന്നെ MP വീരേന്ദ്രകുമാറിനെ ആക്ഷേപിച്ച് അവഹേളിച്ച് അധിക്ഷേപിച്ച് പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ കൽപ്പറ്റയും അതുപോലെ തന്നെ പെരിങ്ങളവും പോകുമായിരുന്നില്ല. ആ 2 സീറ്റുകൾ പോയതും ഇതേ കാരണത്താൽ തന്നെയാണ്. അതുകൊണ്ടാണ് KP മോഹൻ മന്ത്രിയാവാൻ പറ്റിയത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിനിടയ്ക്ക് നടന്നിട്ടുണ്ട്. ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. ഐസ്ക്രീം പാർലർ കേസോ ബാലകൃഷ്ണപിള്ളയുടെ അഴിമതി കേസോ അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ്റെ സീറ്റ് നിഷേധിക്കലോ ഒന്നും ഈ വരുന്ന 3 മാസത്തിനിടയ്ക്ക് 4 മാസത്തിനകത്ത് ആവർത്തിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് മനുഷ്യന്മാരെ മണ്ടന്മാരാക്കുന്ന പഴയ പ്രസ്ഥാനവുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വമ്പിച്ച പ്രസ്താവനയായിട്ട് വന്നിരിക്കുകയാണ്. സഖാക്കളെ, ഈ വക കാര്യങ്ങളൊക്കെ പ്രസ്താവന ഇറങ്ങിയെടുക്കുമ്പോൾ ഒന്നുകൂടെ ആലോചിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ലാൽ സലാം.